1981-83 കാലഘട്ടത്തിൽ TKMM കോളേജ്, നെയ്യാർകുളങ്ങര TKMM കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ച കുട്ടികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന 2024 മെയ് മാസം 7-ാം തീയതി നമ്മുടെ ഹരിപ്പാട് മുരളി ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൂടുകയും ഔദ്യോഗികമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. വളരെ സജീവമായി സാഹിത്യം, സാമൂഹിക പ്രശ്നങ്ങളെ, രാഷ്ട്രീയ പ്രശ്നങ്ങളെ, ഇതൊക്കെ യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ ഓരോ വ്യക്തിയും സ്വയം നിയന്ത്രിച്ച്, നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമാണ്, വ്യത്യസ്ത ചിന്താഗതിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇതിനകത്തുണ്ട് എന്ന നിലയിൽ സ്വയം നിയന്ത്രിച്ച് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിരന്തരമായി കവിതകളും കഥകളും സാമൂഹിക പ്രശ്നങ്ങളുടെ ചർച്ചകളുമൊക്കെ സംഘടിപ്പിക്കുന്നു. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും കവിത എഴുതുന്ന നിരവധി പേര് കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരാളാണ് ശ്രീകുമാരി. ആ ശ്രീകുമാരി എഴുതിയ 50ഓളം കവിതകൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരു 33 കവിതകൾ ഒരു പുസ്തകമാക്കി ഇറക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ കവിതകളുടെ പ്രത്യേകത, നേരത്തെ ഈ കവി എഴുതിയിരുന്ന കവിതകൾ 90കൾ മുതൽ കവിത എഴുതുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആധുനിക രീതിയിലുള്ള, ഇന്നത്തെ രീതിയിലുള്ള കവിതകളിലേക്ക് മാറുകയായിരുന്നു ആ കവിയത്തിൽ ചെയ്തത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ കവിതകൾക്ക് ഉണ്ടായിരിക്കുന്ന പ്രതികരണങ്ങൾ, ആ പ്രതികരണങ്ങൾ ഓരോന്നും ഈ കവിയെ മറ്റൊരു രൂപത്തിൽ കവിത എഴുതാൻ പ്രേരിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ ആൾക്കാർ തന്നെ ഇത് പുസ്തകമാക്കി ഇറക്കണം എന്ന് പ്രേരിപ്പിക്കുകയും അങ്ങനെ ഇത് പുസ്തകമാക്കി ഇറക്കിയിരിക്കുമാണ്. അതാണ് ഈ പുസ്തകം, പവിഴമല്ലിയുടെ പ്രണയഗീതങ്ങൾ. ഇത് എഴുതിയിരിക്കുന്ന ശ്രീകുമാരി വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ തിരുവനന്തപുരം ഡയറക്ടറേറ്റിൽ നിന്നും മാനേജർ തസ്തികയിൽ റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹമാണ് കവിയത്തിൽ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് ഇത്. ഇത് നാളെ 2 മണിക്കാണ് പ്രകാശനം ചെയ്യുന്നത്. അലങ്കൃത ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രകാശനം. ഡോക്ടർ ജേക്കബ് തോമസ് IPS അദ്ദേഹമാണ് ഇത് പ്രകാശനം ചെയ്തത്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത കവി കുരിപ്പുഴ ശ്രീകുമാറാണ്. തുടർന്ന് നടക്കുന്ന സാഹിത്യ സമ്മേളനത്തിൽ നോവലിസ്റ്റായ ശ്രീ KK സുധാകരൻ, പ്രഭാഷകനായ സജിത് ദേവൂരത്ത്, അധ്യാപകനും പ്രഭാഷകനുമായ അമിത് ഡേവിഡ്, 35-ലധികം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള നമ്മുടെ നാട്ടുകാരൻ സുരേഷ് മണ്ണാർശാല, പബ്ലിഷറും എഴുത്തുകാരനും ജേർണലിസ്റ്റുമായ ഹരികുമാർ ഇലയിടത്ത്, രഞ്ജിത്ത്, അധ്യാപകനും എഴുത്തുകാരനുമായ രജനീഷ് തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്.